ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല, മിതമായ താപനിലയുള്ള പ്രദേശങ്ങളിൽ തഴച്ചു വളരുന്ന മോശ സാഹചര്യങ്ങളോട് സഹിഷ്ണുതയുള്ള ഇന്റീരിയറായും എക്സ്റ്റീരിയറായും വളർത്താൻ കഴിയുന്ന ഫിക്കസ് പാണ്ട എന്ന ഫോളിയേജ് അല്ലെങ്കിൽ ഓർണമെന്റൽ ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിക്കസ് ബെഞ്ചമീന, വീപ്പിംഗ് ഫിഗ്, ബെഞ്ചമിൻ ഫിഗ്, ഫിക്കസ് ട്രീ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ചെടി മോറേസി കുടുംബത്തിലെ പൂച്ചെടികളുടെ ഒരു ഇനമാണ്. ഇതിന്റെ ജന്മദേശം ഏഷ്യയും ഓസ്ട്രേലിയയുമാണ്. ഇത് ബാങ്കോക്കിന്റെ ഔദ്യോഗിക വൃക്ഷവുമാണ്. വെസ്റ്റ് ഇൻഡീസിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫ്ലോറിഡ, അരിസോണ പ്രദേശങ്ങളിലും ഇത് പ്രകൃതിദത്തമാണ്. ഇസ്രായേലിലെ നഗരങ്ങളിലും പാർക്കുകളിലും ഏറ്റവും സാധാരണമായി കാണുന്ന മരങ്ങളിൽ ഒന്നാണിത്. ഇതിന്റെ പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. പക്ഷേ ഈ ചെടി സാധാരണയായി ഇതിന്റെ ഫലത്തിനായി വളർത്തി കാണപ്പെടുന്നില്ല. ഈ പഴങ്ങൾ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ചില പക്ഷികളുടെ ഭക്ഷണമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് സർവീസ് പറയുന്നത് ഇതിന്റെ വേരുകൾ അതിവേഗം വളരുകയും മറ്റു ചെടികളെ ആക്രമിക്കുകയും ചെയ്യും എന്നാണ്. ചുഴലിക്കാറ്റ് സാധ്യതയുള്ള സൗത്ത് ഫ്ലോറിഡയിൽ ചുഴലിക്കാറ്റിനെ ഈ ചെടി അതിജീവിക്കാത്തതിനാൽ അവിടങ്ങളിൽ വളരെ ഉയർന്ന അപകട സാധ്യത സൃഷ്ടിക്കുന്ന ഒരു സസ്യം കൂടിയാണിത്. ഇതിന്റെ വിവിധ ഇനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇളം പച്ച മുതൽ കടും പച്ച വരെയും ഇലകളിൽ നിറത്തിന്റെ വ്യത്യസ്ത പാറ്റേണുകളും വെള്ള നിറത്തിലുള്ള വിവിധ രൂപങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഇലകൾക്ക് പാണ്ടയെ പോലെ രൂപമുള്ളതിനാലാണ് ഫിക്കസ് പാണ്ട എന്ന പേര് ഇതിന് വന്നത്. ഇതിൽ ഏറ്റവും വൈവിധ്യമാർന്ന സ്റ്റാർലൈറ്റ് എന്ന ഇനത്തിന് റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡും നേടിയിട്ടുണ്ട്. മിനിയേച്ചർ കൾട്ടിവറുകൾ, പ്രത്യേകിച്ച് ടുലിറ്റിൽ, ഇൻഡോർ ബോൾസായി എന്നിവയ്ക്ക് ഏറ്റവും പ്രചാരമായ ഒരു സസ്യം കൂടിയാണിത്. ഇതിന്റെ പൂങ്കുലകൾ ഗോളാകൃതിയിൽ നിന്ന് മുട്ടയുടെ ആകൃതിയിലുള്ളതും തിളങ്ങുന്ന പച്ച നിറമുള്ള അവ്യക്തമായ 1.5 സെന്റിമീറ്റർ വ്യാസമുള്ളതുമാണ്. ഇതിന്റെ പൂങ്കുലകളിൽ 3 തരം പൂക്കളുണ്ട്. അതിൽ തന്നെ ആൺപെൺ പൂക്കളുമുണ്ട്. ഫിക്കസ് ജനുസിലെ മറ്റംഗങ്ങളെ പോലെ ഫിക്കസ് പാണ്ടയും സാധാരണയായി ചെറുതോ ഇടത്തരം വലിപ്പമുള്ളതോ ആയ മരമോ കുറ്റിച്ചെടിയോ ആയാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണയായി ഒരു ഇൻഡോർ സസ്യമായും വളർത്തി കാണപ്പെടുന്നു. അതിന്റെ പ്രധാന കാരണം ഈ മരത്തിന്റെ വലിപ്പം പരിഗണിക്കാതെ തന്നെ പ്രൂൺ ചെയ്ത് അതിന്റെ ആകൃതി നിലനിർത്താൻ കഴിയുന്നതിനാലാണ്. എന്നാൽ തുറന്ന പ്രദേശങ്ങളിൽ വളരെ വലിയ വൃക്ഷമായും വളർത്താൻ കഴിയുന്ന ധാരാളം തണൽ തരുന്ന ഒരു ചെടിയുമാണിത്. 2 മുതൽ 30 മീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ഒരു വൃക്ഷമാണിത്. ശ്രീബുദ്ധൻ ജ്ഞാനോദയം നേടിയ ബോധിവൃക്ഷം ഫിക്കസ് പാണ്ടയാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇതിന്റെ ഇലകൾ സൂര്യപ്രകാശം, താപനില, ഈർപ്പം മുതലായ പരിതസ്ഥിതിയിലെ മാറ്റങ്ങളോട് പ്രതികരിക്കുന്നതാണ്. ഈ സ്ട്രെസ് പ്രതികരണത്തിൽ ഇതിന്റെ ഇലകൾ താൽക്കാലികമായി കൊഴിക്കാറുണ്ട്. ഇത് തെളിച്ചമുള്ളതും പരോക്ഷവുമായ വെളിച്ചത്തിലാണ് വളരുന്നത്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഇതിന് ഷെയ്ഡ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇലകൾ കരിഞ്ഞു പോകും. കുറഞ്ഞ പ്രകാശാവസ്ഥയെ സഹിക്കാൻ കഴിയുന്ന ഒരു ചെടിയും കൂടിയാണിത്. വളരുന്ന സീസണിൽ, അതായത് വസന്തകാലത്തും വേനൽക്കാലത്തും ഇതിന്റെ ചുവട്ടിലെ മണ്ണ് തുല്യമായ ഈർപ്പമുള്ളതാക്കുക. എന്നാൽ നനയ്ക്കുന്നതിനിടയിൽ മണ്ണിന്റെ മുകളിലത്തെ ഏതാനും ഇഞ്ച് ഉണങ്ങാൻ അനുവദിക്കുക. വളർച്ച മന്ദഗതിയിലാവുന്ന ശൈത്യകാലത്ത് നനവ് കുറയ്ക്കുക. ഇത് മിതമായതും ഉയർന്നതുമായ ഹ്യൂമിഡിറ്റിയാണ് ഇഷ്ടപ്പെടുന്നത്. അതിനുവേണ്ടി ഇതിന് പതിവായി ഷെയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ ചെടിയുടെ ചുറ്റുപാടും ഈർപ്പം വർദ്ധിപ്പിക്കുന്നതിന് വെള്ളവും ഉരുളൻ കല്ലുകളും നിറച്ച ഒരു ഹ്യൂമിഡിറ്റി ട്രേ സ്ഥാപിക്കുക. 15 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 24 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുള്ള താപനിലയിലാണ് ഈ ചെടി നന്നായി വളരുന്നത്. അതിന് താഴെയുള്ള താപനിലയോ പെട്ടെന്നുള്ള താപനില മാറ്റങ്ങളോ സഹിക്കുന്ന ഒരു ചെടിയല്ല ഇത്. കുറച്ച് ഈർപ്പം നിലനിർത്താൻ കഴിയുന്ന, എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്ത, നന്നായി വരണ്ട മണ്ണോ പോട്ടിംഗ് മിശ്രിതമോ ഇത് വളർത്താനായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മോസ്, പെർലൈറ്റ്, വെർമിക്കുലേറ്റ് എന്നിവയുടെ മിശ്രിതം വളരെ നല്ലതാണ്. 6.5-നും 7-നും ഇടയിലുള്ള നിഷ്പക്ഷ മണ്ണിന്റെ pH-ലാണ് ഈ ചെടി നന്നായി വളരുന്നത്. ശക്തമായ അസിഡിറ്റിയുള്ള മണ്ണ് ഇതിന്റെ വേരുകൾ താങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അസിഡിറ്റിയുള്ള റോസയ്ക്കും അസീലിയയ്ക്കും വേണ്ടി രൂപകൽപ്പന ചെയ്യുന്ന മണ്ണ് ഒഴിവാക്കുക. ഈ ചെടിയുടെ ആകൃതിയും വലിപ്പവും നിയന്ത്രിക്കാൻ പ്രൂൺ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പ്രൂൺ ചെയ്യുമ്പോൾ നിർജീവമായതോ മഞ്ഞ നിറത്തിലുള്ളതോ ആയ ഇലകൾ നീക്കം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിക്കസ് പാണ്ടയ്ക്ക് വളം നൽകുന്നത് ആരോഗ്യപരവും നല്ല സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്കും നല്ലതാണ്. വളരുന്ന സീസണിൽ, അതായത് വസന്തകാലത്തും വേനൽക്കാലത്തും 2-4 ആഴ്ചയിലൊരിക്കൽ വളം നൽകാം. ശരത്കാലത്തും ശൈത്യകാലത്തും വളർച്ച മന്ദഗതിയിലാവുമ്പോൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വളപ്രയോഗം പൂർണ്ണമായും ഒഴിവാക്കാം.
10ന്റെ തുല്യ അനുപാതത്തിലുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഫോർമുലേഷനോ അതുമല്ലെങ്കിൽ ഇൻഡോർ സസ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സമീകൃത ദ്രാവക വളമോ ഉപയോഗിക്കാം. അതിന്റെ ലഭ്യതയും കുറവാണെങ്കിൽ ഉരുണ്ടതോ തരികളുടെയോ രൂപത്തിലുള്ള സ്ലോ റിലീസ് വളങ്ങളോ നൽകാം. വളത്തിന്റെ നേർപ്പിച്ച നിരക്കുകളുടെ അനുപാതത്തിനായി വളം ഡിസ്ക്രിപ്ഷനിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ചെടിക്ക് കേടുപാടുകൾ വരുത്തുന്ന അമിത വളപ്രയോഗത്തിന്റെ സാധ്യതയുള്ളതിനാൽ അല്പം നേർപ്പിച്ച ലായനി മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെടിയുടെ വേരുകൾ കരിഞ്ഞു പോകാതിരിക്കാൻ വളം നൽകുന്നതിന് മുമ്പും ചെടിയുടെ ചുവട് നന്നായി നനയ്ക്കുക. വളം നൽകിയതിനു ശേഷവും നന്നായി നനയ്ക്കുക. അമിതമായ വളപ്രയോഗത്തിന്റെ അളവ് ശ്രദ്ധയിൽപ്പെട്ടാൽ മറ്റു പ്രകൃതി സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ഇലകൾ മഞ്ഞ നിറമാവുകയോ പൊഴിയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ വളത്തിന്റെ ആവൃത്തിയും അളവും കുറയ്ക്കുക. ഓരോ ചെടിക്കും വ്യത്യസ്ത വളമാണ് ആവശ്യം. അതിനാൽ ചെടിയെ നിരീക്ഷിച്ച് വളത്തിന്റെ ആവൃത്തി നിയന്ത്രിക്കുക. ഈ ചെടിയെ ബാധിക്കുന്ന കീടങ്ങൾ ചിലന്തിക്കാശി, മെലിബഗുകൾ, സ്കെയിൽ പ്രാണികൾ, മുഞ്ഞ എന്നിവയാണ്. രോഗങ്ങൾ റൂട്ട് ചീയൽ, ഇലപ്പുള്ളി, വിഷമഞ്ഞ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാനിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. തണ്ടുകൾ വെട്ടിനട്ടും എയർ ലെയറിംഗിലൂടെയുമാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ചില അപൂർവം ചെടികളുടെ ഉപയോഗം ഗുരുതര രോഗാവസ്ഥയ്ക്കും മരണത്തിനും വരെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ചെടിയായ ഫിക്കസ് പാണ്ടയുടെ പാർശ്വഫലങ്ങളും വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന പല പാർശ്വഫലങ്ങളും ചില സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെ മാത്രം ബാധിക്കുന്നതാണ്. പല പാർശ്വഫലങ്ങളും എല്ലാവർക്കും ഭീഷണിയാവണം എന്നില്ല. ഈ സസ്യം മുറിക്കുള്ളിലെ വായുവിനെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിലും ഇൻഡോർ അലർജിയുടെ ഒരു പ്രധാന ഉറവിടമാണിത്. പൊടിക്കും വളർത്തുമൃഗങ്ങൾക്കും ശേഷം ഇൻഡോർ അലർജിയുടെ മൂന്നാമത്തെ കാരണമായി ഇത് റാങ്ക് ചെയ്യുന്നു. റെനോ കൺജക്റ്റിവിറ്റീസ്, അലർജറ്റിക് ആസ്മ എന്നിവയാണ് ഇതിൽ നിന്നും കാണപ്പെടുന്ന അലർജിക് ലക്ഷണങ്ങൾ. ഈ ചെടിയിലെ ലാറ്റക്സ് കാരണം ലാറ്റക്സ് അലർജി ഉള്ളവർക്ക് ഇത് അലർജി ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ലാറ്റക്സ് അലർജി ഉള്ളവർ ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ ഇത് വളർത്താൻ പാടില്ല. ചില കേസുകളിൽ ഇവർക്ക് ഫിക്കസ് സ്രവം, എക്സ്പ്ലോഷർ, അനഫൈലക്റ്റിക് ഷോക്ക് ഉണ്ടാക്കും. ഈ ചെടിയുടെ ഭാഗങ്ങൾ കഴിക്കുന്നത് ഓക്കാനം, ഛർദിൽ, വയറിളക്കം മുതലായവ ഉണ്ടാക്കിയേക്കാം. ഫിക്കസ് ചെടികളോടുള്ള അലർജി കാലക്രമേണയാണ് വികസിക്കുന്നത്. ഇത് സ്ഥിരമായി കൈകാര്യം ചെയ്യുന്നവരിലാണ് അലർജി ആദ്യമായി കണ്ടു തുടങ്ങിയത്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നും ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഫിക്കസ് പാണ്ട ഓർണമെന്റൽ പ്ലാന്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.